ഹലോ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റ്സിനെ പറ്റിയിട്ടാണ്. ഗ്യാഷ്യസ് സ്റ്റേറ്റ് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മൾ പഠിക്കുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊരു ഇൻട്രഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ്സ് എന്താണെന്ന് പറഞ്ഞു, മാറ്റർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഓക്കുപ്പൈ സ്പേസ് are called what? Matter. The most matter is classified as solid, liquid and gas. Here the properties of solids and characteristics of solids we are already studied in the previous classes. In today's lecture, we have discussed the properties of gas and properties and behavior of gas. Okay. For example, we can take as water. Water as example. In fact, this water can exist as solid, liquid and gas depending upon the external conditions such as temperature and pressure. The two important characteristics of gaseous states that distinguishes from the other two states, that is liquid and solid, എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ്സ് വോളിയം ചേഞ്ചസ് ടു ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഒന്നാമത്തെ ക്വാളിറ്റിയാണത്. ഗ്യാസിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? നമുക്ക് വോളിയം, ഒരു വലിയ കല്ലെടുത്തിട്ട് നമ്മൾ പ്രഷർ കൊടുത്തിട്ട് അതിനെ ചെറുതാക്കാൻ പറ്റുമോ? കല്ലിൻ്റെ മുകളിലിട്ട് ഇങ്ങനെ അമർത്തി ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സഞ്ചിയിലേക്ക് കല്ലിടുമ്പം, ഒരു ലോറിയിലേക്ക് ഇങ്ങനെ കല്ല് കയറ്റി വെക്കുമ്പോൾ നമ്മളിങ്ങനെ പ്രഷർ കൊടുത്ത് കുറേ കല്ല് നമുക്ക് കയറ്റി വെക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല, ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. പ്രഷർ കൊടുത്ത് വെളിച്ചെണ്ണ നമുക്കിങ്ങനെ വീണ്ടും 1 ലിറ്ററിൻ്റെ കുപ്പിയിൽ നമുക്ക് 2 ലിറ്റർ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ 1 ലിറ്ററിൻ്റെ പെട്രോളിൻ്റെ കുപ്പിയിൽ നമുക്ക് ഒരു 2 ലിറ്റർ 3 ലിറ്ററും പെട്രോൾ നിറയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഒരു മാർക്കബിളായിട്ടുള്ളൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, വോളിയം of gaseous substance which changes temperature and pressure. ഗ്യാഷ്യസ് സബ്സ്റ്റൻസിൻ്റെ വോളിയം നമുക്ക് ടെമ്പറേച്ചറും പ്രഷറും വേരി ചെയ്തുകൊണ്ട് നമുക്ക് വോളിയം ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തത് ആബ്സെൻസ് ഓഫ് ബൗണ്ടിങ് സർഫസ്. സോ ആബ്സെൻസ് ഓഫ് ബൗണ്ടിങ് സർഫസ്, ഇതാണ് രണ്ട് മാർക്കബിളായിട്ടുള്ളൊരു പ്രത്യേകത. ആബ്സെൻസ് ഓഫ് ബൗണ്ടിങ് സർഫസ് അതില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെന്ത് ചെയ്യാൻ പറ്റും? എവിടെ വേണമെങ്കിലും ദ ഗ്യാസ് ടു ഫിൽ എനി അവൈലബിൾ സ്പേസ് കംപ്ലീറ്റ്ലി. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പം ഗ്യാസ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പം നമുക്ക് അല്ലേ, എല്ലാത്തിനും നമ്മളൊരു ഒരു മാതൃകാ ഗ്യാസിനെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. നമ്മളൊരു കുടുംബത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പം, നമ്മൾ ബുക്കിൽ പഠിക്കുമ്പോൾ ഒരു മാതൃകാപരമായിട്ടുള്ളൊരു കുടുംബം. ഒരു കുട്ടിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കുക? എന്നും രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ബുക്കെടുത്ത് വായിക്കുന്നു, പഠിക്കുന്നു, സ്കൂളിൽ പോകുന്നു, സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലേ? അങ്ങനെയൊക്കെ ഒരു മാതൃകാപരമായിട്ടുള്ളൊരു കുട്ടി നമ്മൾ കാണുന്നത്. എന്നാൽ ഏതെങ്കിലും കുട്ടികളുണ്ടാവുമോ? അങ്ങനെയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഐഡിയലായിട്ടുള്ള, നമ്മൾ ഗ്യാസിനെ പറ്റി പഠിക്കുമ്പോൾ ഒരു ഐഡിയൽ ബിഹേവിയർ പഠിക്കുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐഡിയൽ ഗ്യാസിനെ പറ്റിയിട്ടാണ്. ഐഡിയൽ ഗ്യാസിൻ്റെ പ്രത്യേകത, ഐഡിയൽ ഗ്യാസ് എന്താണ്? ബോയിൽസ്, ചാൾസ് ആൻഡ് അവോഗാഡ്രോ ലോസ്. ഓക്കെ, നമ്മളിത് 10ാം ക്ലാസ് മുതൽ പഠിക്കുന്ന സാധനമാണ് ബോയിൽസ് ലോ. അതിൽ ഫസ്റ്റ് തന്നെ, അപ്പം എ ഗ്യാസ് ഇൻ എ സീൽഡ് കണ്ടെയ്നർ, ദ ഒബ്സർവ്ഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇറ്റ്സ് പ്രഷർ, വോളിയം, its pressure, volume, temperature, കേട്ടോ, pressure, volume and temperature are summarized by 3 laws, that is Boyle's law, Charles' law and Avogadro law. ഓക്കെ, ഇതാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ റോബർട്ട് ബോയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് 1662 1662 പ്രപ്പോസ് ചെയ്തതാണ്. ബോയിൽസ് ലോ പറയുന്നത് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ബോയിൽസ് ലോയിൽ നമ്മൾ പറയുന്നത്
അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബോയിൽഡ് ഫ്ലോയെ സംബന്ധിച്ച് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. കണ്ടോ? അപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ മാത്തമാറ്റിക്കലി എഴുതിയതാണ് ഇത്. മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്താണ് വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 / പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. നമുക്ക് പറയാം, ബോയിൽസ് ലോ പറയുന്നത് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. എന്തുപോലെ? പാരൻസിൻ്റെ ഇടയിൽ വീട്ടിൽ പാരൻസിൻ്റെ ഇടയിൽ എങ്ങനെയായിരിക്കും കുട്ടികളുണ്ടാവുക? വീട്ടിലുള്ള കുട്ടികൾ, എന്നുള്ള കുട്ടികൾ പാരൻസിൻ്റെ ഇടയിൽ എങ്ങനെയായിരിക്കും? മോനെ ഇവിടെ വാന്ന് പറയുമ്പോഴത്തേക്കിന് അങ്ങോട്ടേക്ക് പോകും അല്ലേ? ഭയങ്കര അനുസരണമുള്ള മക്കളായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകും. അത് ഓർത്ത് വെച്ചാൽ മതി. ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ ബോയ് കണ്ടോ? കുട്ടികൾ, ആൺകുട്ടികൾ. ബോയ് എങ്ങനെയാണ്? ഇവിടെ വാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് പോകും പാരൻസിൻ്റെ ഇടയിൽ. അപ്പം പ്രഷർ കൂടുമ്പം വോളിയം കുറയും. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇവിടെ പ്രഷർ കൂടുമ്പം വോളിയം കുറയും, വോളിയം കൂടുമ്പം പ്രഷർ കുറയും. ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അപ്പം നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഇവിടുന്ന് മാറ്റിയിട്ട് നമുക്ക് ഈക്വൽ ടു ആക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാത്സിൽ പഠിച്ചിട്ടുണ്ട്. പ്രൊപ്പോർഷണാലിറ്റി സൈൻ അവിടുന്ന് മാറ്റി നമ്മളവിടെ ഈക്വൽ ടു എന്നാക്കുമ്പം we should multiplied by a constant k, that is called what? K by p. V equal to K by P. അപ്പം നമ്മൾ ഈ ബൈ പി യെ സമത്തിൻ്റെ ഇപ്പുറേക്ക് കൊണ്ടുപോകുമ്പം എന്തായിട്ട് മാറും? പി വി ഈസ് എ കോൺസ്റ്റൻറ്റ്. പി വി ഈസ് ഈക്വൽ ടു കെ, ദറ്റ് ഈസ് കോൾഡ് വാട്ട്? പി വി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഒന്നിലധികം ഗ്യാസ് ഉണ്ടെങ്കിൽ, ഓക്കെ, സോ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ P1, P2, P3 എക്സെട്രാ എന്ന് പറയുന്ന പ്രഷേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോഴുണ്ടാകുന്ന വോളിയം V1, V2, V3 എക്സെട്രാ ആണെങ്കിൽ നമ്മൾ ആ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എഴുതുമ്പം നമ്മൾ എഴുതുന്നത് P1 V1 ഈക്വൽ ടു P2 V2 ഈക്വൽ ടു P3 V3 ഈക്വൽ ടു എക്സെട്രാ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇതാണ് ബോയിൽസ് ലോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ചാൾസ് ലോ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ചാൾസ് ലോ എന്താണ്? ചാൾസ് ലോ എന്ന് പറയുന്നത്, ചാൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്കസ് ചാൾസ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് 1787 പ്രപ്പോസ് ചെയ്ത ലോയാണ് ചാൾസ് ലോ. അക്കോർഡിംഗ് ടു ദിസ് ലോ, അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ, ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ്, അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. കണ്ടോ? എന്താ പറഞ്ഞ? ചാൾസ് ലോ പറഞ്ഞത് എന്താണ്? ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ വോളിയം ഓഫ് എ given mass of gas is directly proportional to absolute temperature. എന്താണ് ഈ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചർ നമ്മൾ പറയുന്ന പേരാണ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞതാണ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. മാത്തമാറ്റിക്കലി നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മായ്ച്ചിട്ട് നമുക്കവിടെ ഈക്വൽ ടു എന്ന് ആക്കണമെങ്കിൽ വി ഷുഡ് മൾട്ടിപ്പിൾഡ് ബൈ എ കോൺസ്റ്റൻറ്റ് കെ, ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ ടിയെ, ഇവിടെയുള്ള ടിയെ നമ്മുടെ സമയത്തിന് ഇപ്പുറേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറും? വി ബൈ ടി. അപ്പോൾ ചാൾസ് ലോയുടെ ഇക്വേഷൻ വരുന്നത് വി ബൈ ടി ഈസ് എ കോൺസ്റ്റൻറ്റ്. വി ബൈ ടി ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് വരും. ഇനി ഇതേപോലെ തന്നെ ഒരു സിസ്റ്റം V1, V2, V3 എന്ന് പറഞ്ഞിട്ട് കുറേ സിസ്റ്റം T1, T2, T3 എന്ന് പറഞ്ഞിട്ട് ടെമ്പറേച്ചറിൻ്റെ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഇങ്ങനത്തെ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ, ചാൾസ് ലോയുടെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് V1 by T1 ഈക്വൽ ടു
V1 by T1 equal to V2 by T2 equal to V3 by T3 equal to etc. is equal to a constant. ഇങ്ങനെയാണ് നമ്മൾ ചാൾസ് ലോയുടെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇത് നോക്കണം മോനെ, ചാൾസ് ലോ നമ്മൾ ഇതേ ബോയ്സ് ലോ കണ്ടു. പേരൻസിൻ്റെ അടുത്ത് ആ കുട്ടി എങ്ങനെയായിരുന്നു? ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയിരുന്നു. എന്നാൽ ഇതേ കുട്ടി ടീച്ചറിൻ്റെ അടുത്ത് എങ്ങനെ ഉണ്ടാവുക? അതാണ് ചാൾസ് ലോ പറയുന്നത്. ഇതേ കുട്ടി ടീച്ചറുമായിട്ടുള്ള അവസ്ഥ. അതാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് വായിക്കാം. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ചാൾസ് ലോയിൽ വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി എ കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതാണ്, ഈ വീട്ടിലുണ്ടായിരുന്ന അതേ കുട്ടി ടീച്ചറിൻ്റെ അടുത്ത് എങ്ങനെയാണ്? ടീച്ചറുടെ അടുത്ത് ഇങ്ങോട്ട് വാന്ന് പറയുമ്പോൾ പോകുന്ന പറയുമോ? ഇല്ല. ആ ചെക്കൻ ടീച്ചറിൻ്റെ അടുത്ത് വളരെ അനുസരണമുള്ള കുട്ടിയാണ്. ടീച്ചറിൻ്റെ അടുത്ത് വളരെ അനുസരണം. അതാണ് ചാൾസ് ലോ. അതായത് വി കൂടുമ്പം ടിയും കൂടും. ദാറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ്. ടി കുറയുമ്പം വിയും കുറയും. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? സോ അടുത്തത് നമ്മൾ പഠിക്കുന്നത് അവോഗാഡ്രോ ലോയാണ്. അവോഗാഡ്രോ ലോ പറയുന്നത്, അവോഗാഡ്രോ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് 1811 പ്രപ്പോസ് ചെയ്ത ലോയാണ് അവോഗാഡ്രോ ലോ. അവോഗാഡ്രോ ലോ പറയുന്നു, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ the volume of a gas is directly proportional to number of moles of the gas present. At a constant temperature and pressure, volume of a gas is directly proportional to number of moles of gas. That is, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് നമുക്ക് ഈക്വൽ ടു ആക്കണമെങ്കിൽ you should multiplied by a constant k into n number of moles. So V by n is a constant. ഇതാണ് അവോഗാഡ്രോ ലോ. V by n is a constant. Okay, V by n is a constant. അപ്പം നമുക്കറിയാം, ഏത് ഒരു മോൾ എടുത്തു കഴിഞ്ഞാലും അതിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം, ഒരു മോൾ ഏത് സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് 6.022 ഇൻറ്റു 10⁻23 എണ്ണം നമ്പർ ആറ്റംസ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഈ നമ്പറിനെയാണ് നമ്മൾ അവോഗാഡ്രോ നമ്പർ എന്ന് വിളിക്കുന്നത്, അല്ലേ? അവോഗാഡ്രോ നമ്പർ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മളൊരു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു, അല്ലേ? അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. സാധാരണ നമ്മൾ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി സ്കെയിലായിരിക്കും പറയാം. ഇപ്പോൾ 20 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെയൊക്കെ ഉണ്ടാവുക. ഇതിനെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിലേക്ക് മാറ്റുമ്പം നമ്മൾ എന്താ ചെയ്യുക? 273 കൊണ്ട് നമ്മൾ ആഡ് ചെയ്യും. 273 + 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 39293 കെൽവിൻ. So this is called what? Absolute Kelvin, absolute scale, absolute temperature. Absolute temperature നമ്മളെപ്പോഴും കെൽവിൻ സ്കെയിലായിരിക്കും പറയാം. ഈ കെൽവിൻ എഴുതിയില്ലേ, കേൻ എഴുതിയില്ലേ, സോറി, നമ്മളിവിടെ ഈ കേൻ എഴുതിയില്ലേ, കെൽവിൻ. സോ ഇതിനെ നമ്മൾ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ STP? വാട്ട് ഈസ് ദ കണ്ടീഷൻസ് ഫോർ STP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധനം? STP ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറായിട്ട് എടുത്തിരിക്കുന്നത് 273 കെൽവിനാണ്. 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ദാറ്റ് മീൻസ് കോൾഡ് വാട്ട്? 273 കെൽവിൻ. 273 കെൽവിനും പ്ലസ് 1 അറ്റ്മോസ്ഫറിക് പ്രഷറും, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, STP. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 273 കെൽവിൻ, പ്രഷർ 1 അറ്റ്മോസ്ഫിയർ, ദാറ്റ് ഈസ് കോൾഡ് STP. STPയിൽ നമ്മൾ ഏത് ഒരു മോൾ ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് 22.4 ലിറ്റർ. കുറച്ചുകൂടി ആക്യുറേറ്റ് പറഞ്ഞാൽ 22.414 ലിറ്റർ ആയിരിക്കും. സോ
ഇതാണ് എന്ത് പറയുന്നത് 3 ഗ്യാഷ്യസ് ലോസ്. ഓക്കെ, ക്ലിയർ ആയോ നമുക്ക്? അപ്പോൾ ഈ 3 ഗ്യാഷ്യസ് ലോസ് ആണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇപ്പോൾ ഇത് ഐഡിയൽ ഗ്യാസാന്ന് പറഞ്ഞു അല്ലേ. ശരിക്കും എല്ലാ ഗ്യാസും ഐഡിയലാണോ? നമ്മൾ കാണുന്ന എല്ലാ ഗ്യാസുകളും ഐഡിയലാണോ? അല്ല. ശരിക്കും എല്ലാ ഗ്യാസുകളും എന്തല്ല, ഐഡിയൽ അല്ല. റിയൽ ഗ്യാസുകൾ നമ്മൾ കാണുന്ന ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ഇതെല്ലാം തന്നെ റിയൽ ഗ്യാസുകളാണ്. ഇവരൊന്നും ഐഡിയൽ ബിഹേവിയർ കാണിക്കുക. അപ്പോൾ എന്തുവാണ് ഈ ഐഡിയൽ ഗ്യാസ്, എന്തുവാണ് റിയൽ ഗ്യാസ്? അതാണ് നമ്മൾ നേരത്തെ നോക്കുന്നത്. ഐഡിയൽ ഗ്യാസ് എന്തുവാ, റിയൽ ഗ്യാസ് എന്തുവാ? ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷനാണ് അല്ലേ. ഒരു ഹൈപ്പോത്തറ്റിക്കലാണ്, നമുക്കിങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഐഡിയൽ സ്റ്റുഡൻറ്റ് എന്നൊക്കെ പറയില്ല, നല്ല മര്യാദയുള്ള കുട്ടി, നല്ല ആൾ എന്നൊക്കെ പറയില്ല, നല്ല വിദ്യാർത്ഥി. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, നമുക്ക് എഴുതാൻ മാത്രം പറയുന്നതാണ്. അപ്പം ഈ ഒരു ഗ്യാസിന് എക്സിസ്റ്റൻസ് ഇല്ല, ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആൻഡ് ദ കൺസെപ്റ്റ് ഈസ് ഹൈപ്പോത്തറ്റിക്കൽ വൺ. ഐഡിയൽ ഗ്യാസിൻ്റെ റിയൽ ഗ്യാസ് ആണെങ്കിൽ ഓൾ ആക്ച്വൽ ഗ്യാസസ് ആർ റിയൽ. ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ എക്സെട്ര ആർ റിയൽ. എന്താണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ? ആൻ ഐഡിയൽ ഗ്യാസ് ഒബേ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോ ലോ അണ്ടർ ഓൾ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ 3 ലോയും ഒബേ ചെയ്യുന്ന ഗ്യാസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ്. ഓൾ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഏത് ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും ഏത് കണ്ടീഷനിലാണെങ്കിലും ഇത് ഒബേ ചെയ്യുന്നവരെ നമ്മൾ ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കും. എന്നാൽ റിയൽ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്യാസ് വിച്ച് ഡസ് നോട്ട് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഐഡിയൽ ഗ്യാസ് ലോ അണ്ടർ ഓൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് വോളിയം, temperature and pressure, or condition of temperature and pressure. So this is called a real gas or non-ideal gas. മനസ്സിലായോ? രണ്ടാമത്തത്, the ideal gas volume occupied by the molecule themselves is negligible compared with the total volume occupied by the gas. നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ കൈനറ്റിക് തിയറി പറയാം, അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റ്ലേറ്റ്സും കൂടിയാണത്. അതായത് നമ്മളിപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഒരു കണ്ടെയ്നർ എടുത്തു. ആ കണ്ടെയ്നർ ഗ്യാഷ്യസ്, 1 ലിറ്ററിൻ്റെ കണ്ടെയ്നർ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്യാഷ്യസ് നമ്മൾ നിറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, ഗ്യാഷ്യസ് മോളിക്യൂൾ അവിടെ ഫുള്ള് ഫില്ല് ചെയ്ത് നിൽക്കും അല്ലേ. ഇതിനെ നമ്മൾ പ്രഷർ കൊടുക്കുക. പ്രഷർ കൊടുത്ത് നമ്മൾ കംപ്രസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒരു 1 ലിറ്ററിനകത്ത് ഗ്യാഷ്യസ് പാർട്ടിക്കിളിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കുറവാണ്. ഇത്രയേ ഉള്ളൂ അല്ലേ. ആകെ 1 ലിറ്ററിൻ്റെ കണ്ടെയ്നറാണ്. ഗ്യാഷ്യസിനെ കംപ്രസ് ചെയ്ത് കൊണ്ടുവരുമ്പം, കംപ്രസ് ചെയ്ത് ഈ പാർട്ടിക്കിളിനെ ഇവിടുന്ന് കംപ്രസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണെന്ന് പറഞ്ഞാൽ, നമ്മൾ കണ്ടെയ്നറുമായിട്ട് ഗ്യാസിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ വോളിയം നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഗ്യാഷ്യസ് മോളിക്യൂളിൻ്റെ വോളിയം നെഗ്ലിജിബിളാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 1 രൂപ പോയി കഴിഞ്ഞാൽ വലിയ വില വ്യത്യാസം ഉണ്ടാവുമോ? നമുക്ക് വിലയിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ 10,000 തന്നെയാണ് കൺസിഡർ ചെയ്യുക. എന്നാൽ ആകെ 1 രൂപയുള്ളൂ, അതിൽ നിന്ന് 25 പൈസ പോയാലോ അത് വലിയൊരു ഡിഫറൻസ് ഉണ്ടാവും, അത് വലിയൊരു മാർജിനൽ വ്യത്യാസമാണ്. അതുപോലെ 1 ലിറ്ററിൻ്റെ വലിയൊരു കണ്ടെയ്നറിൽ ഗ്യാസിൻ്റെ വോളിയം മാത്രം നോക്കുമ്പം അത് നെഗ്ലിജിബിളാണ്. ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യമായുള്ള വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ ഇതാണ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ പറയുന്നത്. ഐഡിയൽ ഗ്യാസിൽ പറയുന്നത്, ഐഡിയൽ ഗ്യാസിൻ്റെ ബിഹേവിയർ തന്നെ പറയുന്നു. നോക്കൂ, നിങ്ങൾ രണ്ടാമത്തെ പോയിൻ്റ് നോക്കൂ, എന്താ പറയുന്നത്? ഐഡിയൽ ഗ്യാസ് പറയുന്നത് വോളിയം ഒക്കുപ്പൈഡ് ബൈ എ മോളിക്യൂൾ ദംസെൽസ് ഇസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ടോട്ടൽ വോളിയം ഒക്കുപ്പൈഡ് ബൈ ദ ഗ്യാസ്, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ വെൻ കമ്പയർഡ് ടു വോളിയം ഓഫ് എ കണ്ടെയ്നർ. ഓക്കെ, നോക്കൂ, ബട്ട് ഇൻ ദ കേസ് ഓഫ് റിയൽ ഗ്യാസ് വോളിയം ഒക്കുപ്പൈഡ് ബൈ ദ മോളിക്യൂൾ ദംസെൽസ് ഈസ് നോട്ട് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഒക്കുപ്പൈഡ് ബൈ ദ ഗ്യാസ്. ഇറ്റ് ഈസ് നോട്ട് നെഗ്ലിജിബിൾ. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ വോളിയം നെഗ്ലക്റ്റ് ചെയ്യുന്നില്ല. കണ്ടെയ്നറിൻ്റെ വോളിയമായിട്ട് നോക്കുമ്പോൾ റിയൽ ഗ്യാസിൻ്റെ വോളിയം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നില്ല. മൂന്നാമത്തത് പറയുന്നത്, ഐഡിയൽ ഗ്യാസിനകത്ത് ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ ആബ്സെൻ്റ് ആണ്. ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ ഇല്ല, മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ഗ്യാഷ്യസ് മോളിക്യൂൾ അങ്ങനെ തന്നെയാണ്, അട്രാക്ഷൻ വളരെ കുറവുള്ള സാധനമാണ്. എന്നാൽ റിയൽ ഗ്യാസിനെ സംബന്ധിച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ അതിന് പ്രസൻ്റ് ആണ്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ അതിന് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായില്ലേ? അടുത്തായിട്ട് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻസ് ഒന്ന് നോക്കാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഈ പറഞ്ഞ ഈ ലോ, ഏത് ചാൾസ് ലോയും
ബോയിൽസ് ലോയും അവോഗാഡ്രോ ലോയും കൂടി കപ്പിൾ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ലോയാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഫോർ അവോഗാഡ്രോ ലോ. ദെൻ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഫോർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്. നമുക്ക് എഴുതാം ഈസ് കോൾഡ് ചാൾസ് ലോ. വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് ബൈ ബോയിൽസ് ലോ. അപ്പോൾ ഇതിനെയൊക്കെ കൂടി ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് മുഴുവൻ വോളിയമാണ് അല്ലേ. അപ്പോൾ നമുക്കൊന്നും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പറയുമ്പം ഇതിനൊന്ന് കമ്പൈൻ ചെയ്ത് എഴുതുമ്പം വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ടി ബൈ പി. ഇതാണ് കമ്പൈൻഡ് ഗ്യാസ് ലോ, എൻ ടി ബൈ പി എന്ന് പറയാം. സോ ഈ ബൈ പിയെ നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതുമ്പോൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം എന്തായിട്ട് മാറും, ഈ ഇൻറ്റു പി എന്നായിട്ട് മാറും. സോ നമുക്ക് ആ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ആ ഒരു ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ നമുക്ക് സൂചിപ്പിക്കാം. ദാറ്റ് ഈസ് പി വി ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ ടി ആൻഡ് ഈക്വൽ ടു, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമുക്ക് ഇവിടുന്ന് മാറ്റിയതിനെ ഈക്വൽ ടു എന്നാക്കണം. അപ്പോൾ അതെന്തായിട്ട് മാറും, പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറി ഈക്വൽ ടു എന്നാക്കണമെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. ഹിയർ ഈ പറഞ്ഞ ആർ is a constant, proportionality constant. That constant is called a universal gas constant. Then a constant value, universal gas constant is a constant value and its value is 8.314 joules per kelvins per mole. Joules Kelvin inverse, mole inverse. Okay, ഇതാണ് എന്തെന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. മനസ്സിലായോ പറഞ്ഞത്? ഇതേ ആറിൻ്റെ വാല്യൂ നമ്മൾ കാലറിയിലാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ആറിൻ്റെ വാല്യൂ 1987 കലോറി പെർ കെൽവിൻ പെർ മോൾ എന്ന് വരും. ഓക്കെ, സോ ഇതാണ് എന്ത് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത് നമുക്ക് കൈനറ്റിക് മോളിക്കുലാർ മോഡൽ ഓഫ് ഗ്യാസ്. നമ്മൾ പഠിക്കുന്നത് കൈനറ്റിക് മോളിക്കുലാർ മോഡൽ ഓഫ് ഗ്യാസ് ആണ്. അതായത് ഗ്യാഷ്യസ് പാർട്ടിക്കിളിൻ്റെ ബിഹേവിയർ. നമുക്ക് ഐഡിയൽ ഗ്യാസ് ലോസ് ഓൾ അറൈവ്ഡ് ഫ്രം ദ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് അല്ലേ. എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസിൽ നിന്നാണ് ഐഡിയൽ ബിഹേവിയർ എല്ലാം നമ്മൾ എത്തിച്ചേർന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസ് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്, അത് ഗ്യാസ് എങ്ങനെയാണ് നിൽക്കുക, ഗ്യാസിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്നൊരു തിയറി പ്രകാരം എക്സ്പെരിമെൻ്റ് ബേസിലുള്ളൊരു തിയറി പ്രപ്പോസ് ചെയ്തത് ബെർണോളി എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. ഈ കൺസെപ്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്തത് ക്ലോഷ്യസ്, മാക്സ്വെൽ, ബോട്ട്സ്മാൻ, വാണ്ടർവാൾ ആൻഡ് ജീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. അങ്ങനെയാണ് ഇവരെന്ത് ചെയ്തത്, ഒരു പിക്ചർ, ഒരു ഗ്യാസിനെ പറ്റിയിട്ടുള്ളൊരു പിക്ചർ, ഒരു ഏകദേശ രൂപം നമുക്ക് തന്നത്. ഫസ്റ്റ് പോസ്റ്റുലേറ്റ്സ്, ഒരു 8 പോസ്റ്റുലേറ്റ്സാണ് നമ്മൾ പഠിക്കുന്നത്. അതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. ഫസ്റ്റ് പോസ്റ്റുലേറ്റ്സ് പറയുന്നത് എന്താണ്, എ ഗ്യാസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ലാർജ് നമ്പർ ഓഫ് വെരി സ്മോൾ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. ഗ്യാസുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ലാർജ് നമ്പർ ഓഫ് വെരി സ്മോൾ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസ് കോൾഡ് മോളിക്യൂൾസ്. ഓൾ മോളിക്യൂൾസ് ഓഫ് ഗിവൻ ഗ്യാസ് ആർ ഓൾ ഐഡൻറ്റിക്കൽ. ഒരേപോലെയുള്ള മോളിക്യൂൾസിൻ്റെ പിന്നെ ഗ്യാസിൻ്റെ മോളിക്യൂൾസൊക്കെ ഐഡൻറ്റിക്കലായിരിക്കും. വ്യത്യസ്ത മോളിക്യൂൾസ് ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്യൂൾസൊക്കെ ഒരുപോലെ ആയിരിക്കും, ഓക്സിജൻ്റെ വേറെ ഒരേപോലെ ആയിരിക്കും. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ കൂടി മിക്സ് ചെയ്യുമ്പോൾ അതിന് രണ്ടെണ്ണത്തിൻ്റെയും മിക്സിംഗ് ആയിരിക്കും ഉണ്ടാവുക. രണ്ട് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടാവുക. അതാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മോളിക്യൂൾസ് ആർ സോ സ്മോൾ that their actual volume is negligible in comparisons with the total volume occupied by the gas. നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു, അത് ഐഡിയൽ ഗ്യാസ് പറഞ്ഞത് ഈ ഒരു ബിഹേവിയറാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പോസ്റ്റുലേറ്റ്സ് തെറ്റായിട്ടുള്ള പോസ്റ്റുലേറ്റ്സ് ആണ്.
അതാണ് നമ്മളതിൻ്റെ വാലിഡിറ്റി നമ്മൾ പഠിക്കും. അപ്പം നമുക്ക് പറയാം രണ്ടാമത്തത് പോസ്റ്റുലേറ്റ്സ്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്താണ് ഇതിൻ്റെ? രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾസ് ആർ സോ സ്മോൾ സോ ദ ആക്ച്വൽ വോളിയം ഈസ് നെഗ്ലിജിബിൾ വെൻ കമ്പയർഡ് ടു ടോട്ടൽ വോളിയം ഓഫ് ദ കണ്ടെയ്നർ. ഓക്കെ. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നത് ദ മോളിക്യൂൾ വിത്തിൻ എ കണ്ടെയ്നർ ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് കോൺസ്റ്റൻറ്റ് റാൻഡം കോട്ടിക് മോഷൻ during which they collided with each other and with the walls of the container. അപ്പോൾ ഈ മോളിക്യൂൾസ് കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കോൺസ്റ്റൻറ്റ് റാൻഡം ആയിട്ടുള്ള ചിന്നിച്ചിതറി നടക്കുന്ന തെറിച്ച് നടക്കുന്ന ഒരു മോഷൻ, അതിനെയാണ് നമ്മൾ കോട്ടിക് മോഷൻ എന്ന് പറയാം. അങ്ങനെ തെറിച്ച് നടക്കുക മോളിക്യൂൾസ്. ഒരു ഗ്യാസ് ഇതിൻ്റെ കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ മോളിക്യൂൾ അങ്ങനെ ഇരിക്കും, ചിന്നിത്തെറിച്ചായിരിക്കും. അതിന് ഇങ്ങനെ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല, ഇങ്ങനെ ഓടിച്ചാടി ചിന്നിത്തെറിച്ച് നടക്കുന്ന മോളിക്യൂൾസ് ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മോളിക്യൂളിൻ്റെ മോഷൻ എന്തായിരിക്കും? റാൻഡം ആയിരിക്കും, കോൺസ്റ്റൻറ്റ് റാൻഡം കോട്ടിക് മോഷനാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇവർ കൊളൈഡ് ചെയ്യും, ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അത് കൊളൈഡ് ചെയ്യും വിത്ത് വാൾസ് ഓഫ് ദ കണ്ടെയ്നറിൻ്റെ ഭിത്തിയിലും വാൾസിലും വന്നിട്ട് എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും. ഓക്കെ. സോ ഇതാണ് മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നത്. ഓക്കെ. നാലാമത്തെ പോസ്റ്റുലേറ്റ്സ് നമ്പർ 4 പറയുന്നത് ഇങ്ങനെ കൊളീഷൻ നടക്കുമ്പോൾ എല്ലാ കൊളീഷൻസും ഗ്യാഷ്യസ് മോളിക്യൂളിൻ്റെ കൊളീഷൻസും എല്ലാം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷനാണ്. അതുകൊണ്ട് തന്നെ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യില്ല? ഒരു പാർട്ടിക്കിളിന് എനർജി നഷ്ടപ്പെടുകയോ ഒരെണ്ണത്തിന് എനർജി കൂടുതൽ കിട്ടുകയോ ചെയ്യില്ല. കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് നേച്ചറാണ്. ഇത് വന്ന് ബൊമ്പാർഡ് ചെയ്യുമ്പോൾ രണ്ടിനും എനർജി കിട്ടി. ബോൾ വരുമ്പം എങ്ങനെയാണ്? ബോൾ തട്ടുമ്പം 2 ബോളും തെറിച്ചു പോകും അല്ലേ? ഒരു ബോൾ ഇങ്ങോട്ടേക്കും ഈ ഒരു ബോൾ ഇങ്ങോട്ടേക്കും തെറിച്ചു പോകും. അപ്പം ബോളുകൾ രണ്ടും അങ്ങോട്ടേക്കും തെറിച്ചു പോവുക ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? കൊളീഷൻ, അല്ലെങ്കിൽ ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ. ഇലാസ്റ്റിക് ഇൻ നേച്ചർ, ഇലാസ്റ്റിക് കൊളീഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ദ പ്രഷർ. അപ്പം ഇങ്ങനെ കൊളീഷൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വാൾസ് ഓഫ് ദ കണ്ടെയ്നറിൽ പോയി ഇടിക്കുന്നു അല്ലേ? പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലത്തിനെ, ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഒരു പ്രഷറിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ, ഈ ബോൾ വന്ന് വാളിൻ്റെ കണ്ടെയ്നറിൽ പോയി ഇടിക്കുമ്പം, പാത്രത്തിൻ്റെ കണ്ടെയ്നറിൽ പോയി ഇടിക്കുമ്പം, ഈ പാർട്ടിക്കിൾസ് പോയി പാത്രത്തിൻ്റെ കണ്ടെയ്നറിൻ്റെ വാളിൽ പോയി ഇടിക്കുമ്പം അവിടെ എന്തുണ്ടാകും? ഒരു ബലം, ഒരു പ്രഷർ കൊടുക്കുമ്പം, ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മർദ്ദം കൊടുക്കും, ഒരു പ്രഷർ കൊടുക്കുമ്പം ഇവിടെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. സോ ഇങ്ങനെയാണ് പ്രഷർ ഉണ്ടാവുക. ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് പോസ്റ്റുലേറ്റ്സ് നമ്പർ 5 പറയുന്നത്. പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡ്യൂ ടു elastic bombardment of the moving molecules on the wall of the container. Pressure of gas is due to elastic bombardment of the movement of molecules on the walls of the container. So ഇതാണ് അവിടുത്തെ പ്രഷറിന് കാരണം. ആറാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നു there are no force of attractions between the molecules. ഇതും ഒരു കോൺട്രഡിക്ഷനാണ്. ഈ 2 പോസ്റ്റുലേറ്റ്സ് മാത്രമേ ഇതിനകത്ത് തെറ്റായിട്ടുള്ളൂ. There is no force of attractions between the molecule. Okay, there is no force of attraction between the molecule. ഏഴാമത്തെ പോസ്റ്റുലേറ്റ്സ് പറയുന്നു at a particular instant different molecules in a sample of gas may have different velocities and hence different kinetic energies. Okay, എന്താണ്? ഒരു സിസ്റ്റത്തിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളൊക്കെ ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്സിജൻ്റെ മോളിക്യൂള് എല്ലാം ഒരേപോലെ ഉണ്ടാവും. എന്നാൽ 2 മോളിക്യൂളും ഡിഫറെൻ്റ് ആയിരിക്കും. ഇവർ രണ്ടാളും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ മൂവ്മെൻറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനൊക്കെ മൂവ് ചെയ്യുന്ന സ്പീഡ് വ്യത്യാസം ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അതിൻ്റെ വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജിയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഒരു ഗ്യാഷ്യസ് മിക്സ്ചറിൻ്റെ കേസിൽ നമ്മൾ ഇൻഡിവിജ്വൽ കൈനറ്റിക് എനർജി അല്ല നമ്മൾ നോക്കുന്നത്. പകരം ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദിസ് മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്നാണ് നമ്മൾ പറയുക. കേസ് നമ്മളെന്താ പറയുക? ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾസ് എന്നാണ് പറയുക. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ആവറേജ് കൈനറ്റിക് എനർജി എന്നുള്ള ടേമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. ഇനി ലാസ്റ്റ് പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി ഹാസ് നോ ഇഫക്റ്റ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്. ഗ്രാവിറ്റി ഹാസ് നോ ഇഫക്റ്റ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്. ഓക്കെ,
സോ ഇത്രയുമാണ് കൈനറ്റിക് മോളിക്കുലാർ മോഡൽ. അടുത്ത ഇതിൻ്റെ വാലിഡിറ്റി, ഈ പോസ്റ്റുലേറ്റ്സിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ എല്ലാ പോസ്റ്റുലേറ്റ്സും വാലിഡാണ് എക്സെപ്റ്റ് നമ്മൾ പറഞ്ഞ സെക്കൻഡ് ആൻഡ് സിക്സ്ത് വൺ അല്ലേ. അതിനകത്ത് എന്താണ്, അട്രാക്ഷൻ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. മോളിക്യൂളിൻ്റെ ഇടയിൽ ഒരു കൺസിഡറബിൾ അട്രാക്ഷൻ ഉണ്ട്, എന്നാൽ മാത്രമേ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, കംപ്രസ് ചെയ്തിട്ട് നമുക്ക് ലിക്വിഡിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ട് മോളിക്യൂളിൻ്റെ ഇടയിൽ. അപ്പോൾ ആ ഒരു പോസ്റ്റുലേറ്റ്സും അതുപോലെ തന്നെ വോളിയം നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പറ്റുക, നമുക്ക് വോളിയം നെഗ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. മോളിക്യൂൾസിന് സ്വന്തമായിട്ടൊരു വോളിയം ഉണ്ട്, അതല്ലേ കണ്ടൻസ് ചെയ്യുമ്പം ലിക്വിഡായിട്ട് വരുമ്പോൾ ഒരു വോളിയം കിട്ടുന്നില്ലേ, അത് മോളിക്യൂളിൻ്റെ വോളിയാണ്. ഓക്കെ, അപ്പോൾ അതിന് വോളിയം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ രണ്ട് പോസ്റ്റുലേറ്റ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൈനറ്റിക് ഗ്യാസ് തിയറി അപ്ലിക്കബിൾ ആണ്, വാലിഡ് ആണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ വാലിഡിറ്റി ഓഫ് പോസ്റ്റുലേറ്റ്സിൽ പറയുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇത്രയും. ഓക്കെ.